നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. നമ്മളിവിടെ കുറേ ഒരു 1-2 വർഷം ജോലി ചെയ്യും, അത് കഴിഞ്ഞ് പോകും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സജഷനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് കൂടി വരുന്നുണ്ട്. നൈറ്റ് ലൈഫ് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ലൈക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു സിറ്റി എന്നുണ്ടെങ്കിൽ രാത്രി ഒത്തിരി ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതിനായി ആവശ്യമുള്ള ഒരു എക്കോസിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് നിർത്തിവെക്കാൻ പറ്റില്ല. പക്ഷേ അത്തരത്തിലുള്ള നൈറ്റ് ലൈഫ് സുരക്ഷിതത്തോടുകൂടി ഉണ്ടാവും. അങ്ങനെ ബാക്കി നിങ്ങൾ പറയാം നിങ്ങളുടെ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾ എന്താണെന്നത്. സോ ഇന്ന് നമ്മൾ വിളിച്ചത് നിങ്ങളെ കൂടുതൽ കേൾക്കാനാണ്. അങ്ങനെ ബാക്കി അടുത്ത് ഇന്ന് നമുക്ക് എല്ലാ ജില്ലകളിലുമായി കോൺഫെഡറേഷൻ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കേരള that's affiliated to All India National for ഇന്ത്യയിൽ ഈ 2004 ആദ്യമായിട്ടാണ് പ്രൈഡ് എന്ന ആശയം കൊച്ചിൻ സിറ്റി പോലീസിൽ തുടങ്ങിയത്. അത് 6 വർഷക്കാലം അത് കണ്ടിന്യൂ ചെയ്തു. 4-5 വർഷം ശക്തമായി ഇടപെട്ടു. ആ ഇടപെട്ടതിൻ്റെ ആ പരിണാമം ഇവിടെ അന്നത്തെ 27% കുറ്റകൃത്യങ്ങൾ അന്ന് കുറഞ്ഞുവെന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. ദാറ്റ് ഈസ് എ റെക്കോർഡ്. നമുക്ക് അത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാലും ചില നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച്, അതായത് ജനമൈത്രി പോലീസ് എന്നുള്ള ആശയം അതിലൂടെയാണ് സംജാതമായത്. ഇപ്പം എല്ലാ പോലീസ് സ്റ്റേഷനും ജനമൈത്രിയാണ്. അപ്പം ഇപ്പോൾ ഞാൻ ഒരു പ്രധാന സജഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിൻ്റെ ചുറ്റുവട്ടമുള്ള റെസിഡൻസ് അസോസിയേഷൻ, ഫ്ലാറ്റ് ഓണേഴ്സ്, ഇവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഈ ഫ്ലാറ്റിൻ്റെ ആരൊക്കെ അവിടെ താമസിക്കുന്നു എന്നുള്ള ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതേപോലെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇവരെ മന്ത് കൂടുമ്പോൾ കുറേ കാര്യങ്ങൾ ട്രാഫിക് സംബന്ധിച്ചും ബാക്കി എല്ലാ, അതായത് ലഹരിയുടെ, സാറ് പറഞ്ഞതുപോലെ ലഹരിയുടെ ആശയങ്ങളെല്ലാം ഈ നമ്മൾ ഏറ്റവും അടുക്കുമ്പോഴാണ് ഇതിലെല്ലാം ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആ ഒരു ആശയമാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടത്. പ്രിവെൻഷൻ എന്ന് വെച്ചാൽ അത് മുൻകൂട്ടി നമുക്ക് അറിയിക്കാനുള്ള ഒരു സംവിധാനം, ഒരു ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന് കുറച്ചിൽ വരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ once in 3 months ഈ പ്രൈഡ് എന്ന ആശയം അത് ജില്ലാ തലത്തിൽ, അതായത് കൊച്ചിൻ സിറ്റിയുടെ ജില്ലാ തലത്തിൽ ഇത് കൂട്ടിക്കൊണ്ട് അവിടുത്തെ ആശയങ്ങളെല്ലാം നമുക്ക് പൊതുവായ ആശയം ഇവിടുന്ന് ഡിസ്കസ് ചെയ്ത് every 3 months നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ഓരോ പരിപാടികളും ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ആശയമായിരിക്കും എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തായാലും 1 കൊല്ലം കഴിഞ്ഞെങ്കിലും നമുക്ക് പുതുതായി 2025 എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് തീർച്ചയായിട്ടും അന്നൊക്കെ നമുക്ക് കമ്മീഷണർ അദ്ദേഹത്തെയും DCP അദ്ദേഹത്തെയും എല്ലാം നേരിട്ട് വിവരങ്ങൾ അറിയിക്കാനുള്ള ഒരു സമയം. അതായത് ഞാൻ പറയുന്നത് ആരെയും കുറച്ചാക്കാനോ, ചില കാര്യങ്ങൾ മുകളിൽ നിന്ന് താഴെ വരും, ചില കാര്യങ്ങൾ താഴത്തു നിന്ന് മുകളിൽ വരും. പക്ഷെ ഈ സംവിധാനം മുകളിൽ നിന്ന് താഴെ വരണം. അതിനുള്ള ഒരു മാർഗദർശനം നമുക്ക് 2025 ആ ഒരു ആശയം എനിക്ക് നമ്മുടെ എല്ലാ അംഗങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടുത്തെ ലഹരി പ്രിവെൻഷൻ ആ ആസ്പെക്റ്റിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ഈ പുതുവത്സരം കമ്മീഷണർ അദ്ദേഹത്തെയും DCP AC-മാരെയും CA-മാരെയും എല്ലാ ഉദ്യോഗസ്ഥരെയും അതേപോലെ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഒരു നല്ല പുതുവത്സരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചെന്നൈ.